വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ടാക്കി പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ച മദ്രസ അധ്യാപകനെതിരെ നടപടി. ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജവഹർ മദ്രസയിലെ അധ്യാപകൻ ഷമീർ അസാരിയെ സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടികൾക്ക് അശ്ലീല വീഡിയോയും മെസ്സേജും അയച്ചത് ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നടപടിയുണ്ടായത്. ഓൺലൈനായി മദ്രസ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാണ് ഷമീർ അസാരി പെൺകുട്ടികളെ സമീപിക്കുന്നത്. 12 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഇയാൾ അശ്ലീല സംഭാഷണം നടത്തുന്നത്. ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജവഹർ മദ്രസയിലെ അധ്യാപകനാണ് ഇയാൾ. പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം പേഴ്സണലായി മെസ്സേജ് അയക്കുന്നതും പതിവാണ്. നിരവധി പെൺകുട്ടികളാണ് ഇയാളുടെ ഈ വൈകൃതത്തിന് ഇരയായത്. ഇത് എത്ര ദിവസം മുമ്പ് മൊബൈലിൽ നിന്നിട്ട് എന്റെ 3 മാസം കഴിഞ്ഞ് 4-ാം മാസം ഇത് 6-7 മാസം കൊണ്ട് നടക്കുന്നതാകുന്നു മോനെ. അശ്ലീല ചുവയോടെ സംസാരിക്കുക മാത്രമല്ല വീഡിയോ അയച്ച് അതുപോലെ കാണിക്കാൻ ആവശ്യപ്പെടുന്നതും ചാറ്റിൽ വ്യക്തം. നിരവധി പെൺകുട്ടികളോടാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും വാട്സപ്പിലും സന്ദേശം അയച്ചത്. പുറത്ത് സോഷ്യൽ മീഡിയയെ വിമർശിക്കുന്ന ആളുകൂടിയാണ് ഷമീർ അസാരി. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന നാശം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെയും കവർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരെ കവർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈറായ വഴിക്ക് ഉപയോഗിക്കാം, അതിൽ തർക്കമില്ല. എന്നാൽ ആ ഫോൺ അങ്ങെടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഹായ് എന്നൊരു മെസ്സേജ് ഇടും, തിരിച്ച് ഹലോ എന്ന മെസ്സേജ് വരും. പിന്നങ്ങ് ചാറ്റോട് ചാറ്റാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോ ഓരോ ഉമ്മമാരും വാപ്പമാരും ചിന്തിക്കുന്നത് എന്താ, ഇനി ബാക്കിയൊക്കെ ഉസ്താദുമാര് ശ്രദ്ധിച്ചോളും, ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവിടെ തെറ്റിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ കുറഞ്ഞ സമയം മദ്രസയിൽ പഠനത്തിന് വേണ്ടി പോകുന്നു, ബാക്കി ഭൂരിഭാഗം സമയവും നമ്മളോടാണ് ചെലവഴിക്കുന്നത്. അവൾ എങ്ങനെ പോകുന്നു, അവൾ എങ്ങോട്ട് പോകുന്നു, അവളുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് എന്ന അന്വേഷണം നടത്തേണ്ട ബാധ്യത ഓരോ ഉമ്മമാർക്കുമുണ്ട്. പ്രിയമുള്ളവരെ, പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഇതുവരെ ജമാഅത്ത് കമ്മിറ്റി ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ജനം, തിരുവനന്തപുരം.